നമസ്കാരം. കേരളം നടുങ്ങുന്ന വാർത്തകളുടെ ഇടയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വെഞ്ഞാറമൂടിൽ ഒരു ചെറുപ്പക്കാരൻ 5 പേരെ, അതും സ്വന്തം കുടുംബത്തിൽപ്പെട്ട 5 പേരെ പൈശാചികമായി ചുറ്റികയ്ക്കടിച്ചു കൊലപ്പെടുത്തിയതിന്റെ ഭീകരമായ ആഘാതത്തിൽ നിന്ന്, ചോരപ്പാടുകളിൽ നിന്ന് മുക്തി നേടും മുൻപാണ് താമരശ്ശേരിയിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ അവന്റെ സഹപാഠികൾ നിർദ്ദയമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട വാർത്തകളല്ല ഇതൊന്നും. എടുത്തു പറഞ്ഞത് ഈ 2 സംഭവങ്ങൾ മാത്രമാണെങ്കിൽ അതേ പത്രത്താളിൽ തന്നെ മറ്റു പലയിടത്തും വിദ്യാർത്ഥിയുടെ മൂക്ക് അടിച്ചു തകർത്ത സഹപാഠികളെക്കുറിച്ച്, 14കാരിയെ ഗർഭിണിയാക്കിയ 15കാരനെക്കുറിച്ച്, കൂട്ടം കൂടി ആക്രമിച്ച് നിലത്തിട്ട് ചവിട്ടുന്ന കൂട്ടുകാരെക്കുറിച്ച് ഒക്കെയുള്ള വാർത്തകൾ ധാരാളമായി കാണാം. എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ വല്ലാതെ പെരുകുന്നതിന്റെ കാരണം എന്നല്ല, കാരണങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം ലഹരിയുടെ നിർബാധമായ ഉപയോഗം തന്നെ. നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് ലഹരിയുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്. അത് മിഠായിയുടെ രൂപത്തിലോ ബിസ്ക്കറ്റിന്റെ രൂപത്തിലോ ടൂത്ത് പേസ്റ്റിന്റെ രൂപത്തിലോ സ്റ്റാമ്പിന്റെ രൂപത്തിലോ നിരന്തരമായി അവരുടെ പോക്കറ്റുകളിലേക്ക് ലഹരി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് തടയാൻ നമുക്ക് സാധിക്കുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാലയങ്ങളുടെയും കലാലയങ്ങളുടെയും പരിസരത്ത് ലഹരി വസ്തുക്കൾ സുലഭമാണ്. നമുക്കിത് തടയാനാവുന്നില്ലെങ്കിൽ നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ദുരന്തമാവും നമ്മെ കാത്തിരിക്കുന്നത്. ലഹരി വസ്തുക്കൾ മാത്രമല്ല ഈ അപകടത്തിന് കാരണം. കുട്ടികളിലെ കാരുണ്യം വറ്റിപ്പോകുന്നതിന്, അവരുടെ സാൻമാർഗിക മൂല്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് കുടുംബങ്ങൾക്കും ചിലത് ചെയ്യാനുണ്ട്. കുട്ടികളോട് പഠിക്ക്, റാങ്ക് നേട്, ക്ലാസ്സിൽ ഫസ്റ്റാക്, നിർബന്ധമായും MBBSന് അഡ്മിഷൻ നേട് എന്ന തരത്തിലുള്ള മത്സരബുദ്ധിയും അമിത സമ്മർദ്ദവും ചെലുത്തുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം നല്ല കുട്ടികളായി വളരൂ, നല്ല മനുഷ്യരായി തീരാൻ ശ്രമിക്കൂ, സമൂഹത്തിന് ഉപകാരം നൽകാവുന്ന രീതിയിൽ ജീവിക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വീടുകൾ എത്രയെണ്ണം ഉണ്ടാവും? നാം ജീവിക്കുന്നത് അണുകുടുംബങ്ങളുടെ കാലത്താണ്. ജീവിതാനുഭവങ്ങളുടെ പഴക്കം കൊണ്ട് കുട്ടിക്ക് മാർഗനിർദ്ദേശം ചെയ്യാൻ പോന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഇന്നത്തെ വീടുകളിലില്ല. അവരെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് എന്നെ ആട്ടിപ്പായിച്ചു കഴിഞ്ഞു. അണുകുടുംബങ്ങളിൽ മാതാപിതാക്കളുടെ ജോലി തിരക്കിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് അമിത സ്വാതന്ത്ര്യത്തിന്റെ ലോകം തുറന്നുകൊടുക്കുന്ന ഇന്റർനെറ്റും സമാനമായ വഴികളുമുള്ളപ്പോൾ അവർ വഴിതെറ്റിപ്പോയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. അവർ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വിഷമയമായ ചില യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ, അതോടൊപ്പം സിനിമയുടെയും മറ്റും മായാലോകത്ത്, അസത്യലോകത്ത് സംഭവിക്കുന്ന ചില ദുരന്തങ്ങൾ കൂടിയാണെങ്കിൽ കുട്ടികൾ ഇത് സ്വാംശീകരിച്ചു പോകുന്നത് സ്വാഭാവികം. കുട്ടികൾക്ക് മാതാപിതാക്കളോട് തുറന്നു സംസാരിക്കാനുള്ള അവസരം പോലും കുറയുന്നു. കമ്മ്യൂണിക്കേഷന്റെ, പരസ്പര ആശയവിനിമയത്തിന്റെ സുവർണ പാലം പല വീടുകളിലും തകർന്ന് മണ്ണടിഞ്ഞിരിക്കുന്നു. അങ്ങനെ തുരുത്തുകളിൽ അകപ്പെട്ട കുട്ടികൾ അവരുടെ മാനസിക ക്ലേശത്താൽ, അമിതഭാരത്താൽ, സമ്മർദ്ദത്താൽ, ലഹരി വസ്തുക്കളാൽ, വഴിതെറ്റിക്കുന്ന പല കാഴ്ചകളാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതിന്റെ സൂചനയാണിത്. ചിൽഡ്രൻ ആർ ടുമോറോ, ചിൽഡ്രൻ ആർ ഫ്യൂച്ചർ എന്നാണ് പറയുക. കേരളത്തിന്റെ ഫ്യൂച്ചർ, കേരളത്തിന്റെ നാളെകൾ ഈ കുഞ്ഞുങ്ങളാണ്. ഇവരെ രക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിന് നാളെയുണ്ടാവില്ല എന്നു മാത്രം വേദനയോടെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു. അക്കൂട്ടത്തിൽ ഞാനുമുണ്ട്. അധ്യാപകരും സർക്കാരും ജനപ്രതിനിധികളും ജനങ്ങളും പൊതുസമൂഹവും മുതിർന്നവരും മാതാപിതാക്കളും എല്ലാം അടങ്ങിയ, പൊതുപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അടങ്ങിയ, തലയിൽ വിവേകം മങ്ങിപ്പോയിട്ടില്ലാത്ത എല്ലാവരും അടങ്ങിയ സമൂഹം നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ മുന്നോട്ടു വരട്ടെ എന്നാഗ്രഹിക്കുന്നു. നന്ദി.